കാർഷിക മേഖലയെയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെയും തകർത്ത് ഭരണം നടത്തുന്ന സംസ്ഥാന സർക്കാർ ബജറ്റ് അവതരണത്തിലൂടെ ജനജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാക്കുകയാണ് ചെയ്തതെന്ന് കോൺഗ്രസ് പീരിമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ ചക്കുവള്ളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചക്കുവള്ളം വില്ലേജ് ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടുത്തെ സാധാരണക്കാരെ വഞ്ചിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ 50% ഭൂനികുതി വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ന് 100 രൂപ ഭൂനികുതി അടയ്ക്കുന്നുണ്ടെങ്കിൽ അത് 150 രൂപ അടയ്ക്കേണ്ടതിലേക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു. കാർഷിക മേഖലയോട് തികഞ്ഞ അവഗണന കാണിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല എന്നുള്ള വസ്തുത നമുക്ക് അറിവുള്ള കാര്യമാണ്. ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചും സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെയും KPCC ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് ചക്കുവള്ളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണക്കെട്ടിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് 7 മൈൽ വില്ലേജ് ഓഫീസ് പടിക്കലെത്തി സമാപിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ മണ്ഡലം പ്രസിഡന്റ് VV മുരളി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സാബു വയലിൽ, മാണി ഇരുമേട, ജെയ്സ് കാവുങ്കൽ, ജോൺ വരേന്നൂർ, മോഹനൻ കുന്നേൽ, ബാബു അത്തിമൂട്ടിൽ, വക്കച്ചൻ തുരുത്തിയിൽ, ജയൻ കുഴിക്കാട്ട്, ബാബു കോട്ടയ്ക്കൽ, മനോജ് പുത്തൻപുരയ്ക്കൽ, ഫിലിപ്പ് ഈന്തനാച്ചാലിൽ, മോനച്ചൻ പുത്തൻപുരയ്ക്കൽ, ലവ്ലി ഈശോ, ഷൈനി റോയി, മറിയാമ്മ ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അണക്കര.